So next question, hexagonal building. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ കണക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂഷ്വലി എക്സാമിന് ചോദിക്കാറുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. സെയിം പ്ലാൻ തന്നെയാണ് ഇതുവരെയും ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് ഈ ക്വസ്റ്റ്യനകത്ത് ഞാൻ 9 ഐറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റി എക്സാമിന് അത്രയും ചോദിക്കാറില്ല. ഒരു മാക്സിമം 4 or 5. ചിലപ്പോൾ എനി 5 എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യന് ചോദിക്കും, അല്ലെങ്കിൽ എനി 4 എന്ന് പറഞ്ഞ് ചോദിക്കും. ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് ചോദിക്കും. ഓക്കെ, സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. Estimate the quantities of first one, earthwork in excavation in foundation. Second one, lime concrete in foundation. Third question, first class brickwork in foundation and plinth. Fourth one, dam proof course. Fifth one, first class brickwork in superstructure. Sixth, RCC work in roof including chuja and lintels. Lime concrete in roof terracing, 2.5 centimeter. Cement concrete over 7.5 centimeter lime concrete floor. And last question, 12 mm cement plaster, 1:6 inside and outside plastering. Okay, നമുക്ക് 9 questions ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ സെന്റർ ലൈൻ ആരെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തോ? നമുക്ക് ഈ പ്രോബ്ലം സെന്റർ ലൈൻ മെത്തേഡിൽ മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ലോങ് വോൾ ഷോർട്ട് വോൾ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്താണ് ഇവിടെ ആകപ്പാടെ എന്താണ് ഒരേ ലെങ്തിലുള്ള വാൾസ് ആണ് എല്ലായിടത്തും ഉള്ളത്. So the given building is a hexagonal building. Okay, ഇനി ഇതിന്റെ സെന്റർ ലൈൻ ആരെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തോ? ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ ഒന്ന് പറയായിരുന്നു. എനിവൺ? സോ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്താൽ നല്ലതായിരിക്കും. ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്നോ ഇല്ലെങ്കിൽ ഇല്ലാതെന്നോ പറഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അതിപ്പോൾ ഒന്ന് പറഞ്ഞുതരാം. സോ ലിസൺ, എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഹെക്സഗണൽ റൂമിന്റെ ഇന്നർ വാൾ ഇതാണ്ടേ, ഒരു വാളിന്റെ ലെങ്ത് എത്രയാ? 3 meters എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ്ടേ, ഇന്നർ വാളിന്റെ ഡയമെൻഷൻ 3 meters എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതാണ്ടേ വാൾ തിക്നെസ്, ഈ വാളിന്റെ തിക്നെസ് 40 centimeter. അതും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ്ടേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട എന്തായിരിക്കും? നമ്മൾ ആദ്യം ഏതെങ്കിലും ഒരു വാളിന്റെ സെന്റർ ലൈൻ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകാം. അപ്പൊ ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് 3 meter വാളിന്റെ സെന്റർ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വാൾ, ഏതെങ്കിലും ഒരു പോർഷന്റെ സെന്റർ ലൈൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ കൂടെ ബാക്കി വാൾസിന്റെയും കൂടി ആഡ് ചെയ്താൽ മതിയാകും ടോട്ടൽ സെന്റർ ലൈൻ ലെങ്ത് കിട്ടാനായിട്ട്. ഇപ്പൊ നോക്കിയേ, ഇതാണ് ഈ പോർഷന്റെ സെന്റർ ലൈൻ ഞാൻ മാർക്ക് ചെയ്യാണ്. ഇപ്പൊ ഈ റെഡ് ലൈനിൽ മാർക്ക് ചെയ്തതാണ് ഈ ഒരു പോർഷന്റെ സെന്റർ ലൈൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇന്നർ ഡയമെൻഷൻസ്. എന്ന് പറയുമ്പോൾ ഇതാണ്ട് ഈ ഒരു പോർഷൻ, ഇത്രയും പോർഷൻ എത്രയാണ്? 3 meters ആണ്. ഈ ഒരു ലെങ്ത് 3 meters ആണ്. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് പോർഷൻ ഉണ്ട്, ഇവിടെയും കുറച്ച് പോർഷൻസ് ഉണ്ട്. അപ്പോ അത് നമുക്കൊരു ട്രയാങ്കിൾ പോലെ മാർക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു പോർഷൻ ആണ് ഞാൻ ഈ വലുതാക്കി വരച്ചിരിക്കുന്നത്. ഒരു ട്രയാങ്കിൾ പോലെ വരും. അതേടക്ക് ഈ സൈഡ് എന്താണ്? ഒരു ട്രയാങ്കിൾ പോലെ വരും. ഈ സൈഡും ട്രയാങ്കിൾ പോലെ വരും. ദാറ്റ് മീൻസ് ഈ ഒരു ലെങ്ത് 3 meters, നമുക്ക് അപ്പോൾ ഈ ബി എന്ന് പറഞ്ഞ പോർഷനും ഇവിടെ ഈ ബി എന്ന് പറഞ്ഞ പോർഷനും കണ്ടുപിടിച്ചാൽ ടോട്ടൽ സെന്റർ ലൈൻ ലെങ്ത്, ആ ഒരു പോർഷന്റെ വാളിന്റെ സെന്റർ ലൈൻ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ഇതാണ് വാളിന്റെ ഇന്നർ സൈഡ്.
ഇത് വോളിന്റെ ഇന്നർ സൈഡ്. ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതാണ് സെന്റർ ലൈൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് ഈ ഒരു പോർഷനെ ഒരു ട്രയാങ്കിൾ പോലെ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. പറഞ്ഞത് മനസ്സിലായോ? യെസ് സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ്ടേ ഇവിടെ നമുക്ക് ഇതാണ്ടേ ഇതൊരു ക്വസ്റ്റിനകത്ത് തന്നെ ട്രയാങ്കിൾ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ആംഗിൾ 60 ഡിഗ്രി. അപ്പോൾ ഇതാണ്ട് ഈ വരുന്ന ഈ ആംഗിൾ എന്തായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. നമുക്ക് തന്നിരിക്കുന്ന ഹെക്സഗൺ ഒരു ഹെക്സഗൺ എന്താണ്, ഒരു സിമെട്രിക്കൽ ഫിഗർ ആണ്. അപ്പോൾ ഇതിനകത്ത് വരച്ചിരിക്കുന്ന ആംഗിൾ ഒരു ഇക്വലാറ്റർ. സോ ഈ ആംഗിൾ അല്ല, ഈ ട്രയാങ്കിൾ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ എന്താണ്, എല്ലാ ആംഗിൾസും 60 ഡിഗ്രീസ് ആയിട്ടായിരിക്കും മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വരച്ചു കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ്ടേ ഇതാണ് ഞാൻ വരച്ച സെന്റർ ലൈൻ. സെന്റർ ലൈൻ, ആ സെന്റർ ലൈനകത്ത് ഇതാണ്ടേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ മാർക്ക് ചെയ്തു. സോ ആ ട്രയാങ്കിൾ ആണ് ഞാൻ ഈ വരയ്ക്കുന്നത്. ഈ ട്രയാങ്കിളിനകത്ത് നമുക്ക് ദാണ്ട് ഈ ബേസ് വാല്യൂ, ഈ ബി വാല്യൂ കണ്ടുപിടിക്കണം. ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എത്ര വരും എന്ന് പറയാമോ? വോൾ തിക്നെസ് 40 സെന്റിമീറ്റർ. അപ്പൊ ഇത് ഫുള്ള് വോൾ തിക്നെസ് 40 സെന്റിമീറ്റർ. ഞാൻ ഈ ട്രയാങ്കിൾ എടുത്തിരിക്കുന്നത് എവിടെയാണ്, സെന്റർ ലൈൻ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോ ഇതെന്ത് വരും, ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ത് വരും, 20 സെന്റിമീറ്റേഴ്സ്. മീറ്റേഴ്സിൽ എഴുതുമ്പോൾ 0.2 മീറ്റേഴ്സ്. പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് എന്താണ്, ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ബിക്കോസ് എന്താണ്, ദി ഗിവൺ ഫിഗർ ഈസ് സിമെട്രിക്കൽ. ഹെക്സഗൺ ആണ്, സിമെട്രിക്കൽ ആണ്, എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആണ്. അപ്പോൾ ഈ ആംഗിളും നമുക്ക് എന്താ വരിക, 60 ഡിഗ്രീസ് ആയിട്ടാണ് മാർക്ക് ചെയ്യുക. 60 ഡിഗ്രീസ്. ഇനി നമുക്ക് ഈ ബി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ആ ബി വാല്യൂ കിട്ടാനായിട്ട് എങ്ങനെ എന്താ ചെയ്യണ്ടേ, ഏത് യൂസ് ചെയ്യണം, ടാൻ തീറ്റ യൂസ് ചെയ്യാം. ടാൻ തീറ്റ. So tan theta is equal to എന്ത് വരും, 0.2 divided by 0.2 divided by b. ഇവിടെ തീറ്റയുടെ വാല്യൂ എന്താണ്, 60 ഡിഗ്രി ആണ്. അപ്പൊ tan 60 is equal to 0.2 divided by 0.2 divided by b. ഇവിടുന്ന് ബിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ബിയുടെ വാല്യൂ വരിക, b is equal to 0.2 divided by tan 60. എന്തായിരിക്കും ആൻസർ വരിക, 0.2 divided by tan 60 ചെയ്യുമ്പോൾ? .2 divided by tan 60. .115 meters. ഓക്കെ, ഇനി ഇപ്പോ ദാണ്ടേ ഇങ്ങോട്ട് നോക്കിക്കോ. നമുക്ക് ദാണ്ടേ ഈ ഒരു പോർഷൻ ദാണ്ടേ ഇതിൻ്റെത് 0.115 എന്ന് കിട്ടി. അത് കണക്കാണ്, സിമിലർ ആയിട്ടാണ് നമ്മൾ ഇവിടെയും ഈ ട്രയാങ്കിൾ വരയ്ക്കുന്നത്. സിമിലർ ആയിട്ട് ദാണ്ടേ ഇവിടെയും നമ്മൾ ഈ ട്രയാങ്കിൾ വരയ്ക്കും. ഇവിടെ കിട്ടിയ കണക്ക് തന്നെ ദാണ്ടേ ഈ ബേസ് വാല്യൂ 0.115 എന്ന് കിട്ടി. അപ്പോ ഇവിടെയും നമുക്ക് കിട്ടിയത് 0.115
115. അപ്പൊ ടോട്ടൽ സെന്റർ ലൈൻ ലെങ്ത് എന്ത് വരും? ഈ ഒരു വാളിന്റെ സെന്റർ ലൈൻ ലെങ്ത് നമുക്കറിയാം, ഈ നീളം എത്രയാണ്? 3 meters. റൂമിന്റെ ഇന്നർ ഡയമെൻഷൻ 3 ആണ്. അപ്പൊ ഇത് എന്താണ്? 3 meters ആണ്. അപ്പൊ സെന്റർ ലൈൻ ലെങ്ത് ഓഫ് വാൾ, ഈ ഒരു പോർഷൻ ഓഫ് വാളിന്റെ സെന്റർ ലൈൻ ലെങ്ത് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? 3 plus 0.115 plus 0.115 എത്ര വരും? 3 plus 0.115 plus 0.115 3.23. അപ്പൊ ഒരു വാളിന്റെ സെന്റർ ലൈൻ ലെങ്ത് നമുക്ക് എത്ര കിട്ടിയത്? 3.23 meters. 3.23 meters. അപ്പൊ ഹെക്സഗണിൽ എത്ര നമ്പർ ഓഫ് വാൾസ് ഉണ്ട്? ഹെക്സഗണിൽ എത്ര നമ്പർ ഓഫ് വാൾസ്, അല്ലെങ്കിൽ എത്ര സൈഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര വാൾസ് ഉണ്ട്? എത്രയാ? 6 number of walls. അപ്പൊ ടോട്ടൽ സെന്റർ ലൈൻ ലെങ്ത് എന്ന് പറയുമ്പോൾ എത്ര വരും? നമുക്ക് ഒരു വാളിന്റെ സെന്റർ ലൈൻ ലെങ്ത് 3.23 ആണ് കിട്ടുക. ഒരു വാളിന്റെ സെന്റർ ലൈൻ ലെങ്ത് 3.23 കിട്ടി. അപ്പൊ ടോട്ടൽ 6 number of walls ഉണ്ട്. അപ്പൊ ടോട്ടൽ സെന്റർ ലൈൻ ഈസ് ഈക്വൽ ടു 3.23 meters into 6. So that will give you the total center line length. 3.23 into 6. അപ്പൊ എത്ര വരും? 3.23 into 6. 19.38 meters. അപ്പോൾ സെന്റർ ലൈൻ ലെങ്ത് 19.38 meters. എല്ലാവർക്കും ക്ലിയർ ആണോ എങ്ങനെയാണ് സെന്റർ ലൈൻ ലെങ്ത് കിട്ടിയതെന്ന്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം, ഏത് പോർഷൻ ആണ് മനസ്സിലാകാൻ ആണെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം, പ്രശ്നമില്ല. ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സെന്റർ ലൈൻ ലെങ്ത് കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പ് ഒന്നും ഞാൻ അതിനകത്ത് വെച്ചിട്ടില്ല, അപ്പോൾ അത് ഓർത്തിരിക്കുക എല്ലാവരും. ഇതാണ്. ഇനി മൂവിങ് ഓൺ ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ. എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ. എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എത്ര എടുക്കണമെന്ന് പറഞ്ഞേ. എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എത്രയൊക്കെ എടുക്കണം? ലെങ്ത് എന്തായിരിക്കണം എടുക്കേണ്ടത്? നമുക്ക് കിട്ടിയ സെന്റർ ലൈൻ ലെങ്ത് ആണ് ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. സെന്റർ ലൈൻ ലെങ്ത് എത്രയായിരുന്നു കിട്ടിയത്? സെന്റർ ലൈൻ ലെങ്ത് 19.38. സെന്റർ ലൈൻ ലെങ്ത് 19.38. ഇനി ബ്രെഡ്ത്തും ഹൈറ്റും ഈ സെക്ഷൻ വ്യൂവിൽ നോക്കിയിട്ട് പറഞ്ഞേ. ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ. സൂം ചെയ്തിട്ടുണ്ട്, നോക്കി പറഞ്ഞേ. Breadth and height of earthwork excavation in foundation. Breadth 0.9, height earthwork excavation in foundation. Lime concrete alla parnathu, earthwork in excavation in foundation. എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ എന്തുമാത്രം സോയിൽ റിമൂവ് ചെയ്യണം നമ്മൾ ഈ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഹൈറ്റ് ആണ് എന്തായിട്ട് എടുക്കേണ്ടത്? എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ഹൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്. പിന്നെ ഈ റെഡ് ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഹൈറ്റ് എന്ന് പറയുമ്പോൾ 30 + 20 50, 50 + 20 70, 70 + 30 100 centimeters. അപ്പൊ എന്താണ്? 1 meter ആണ് ഹൈറ്റ്.
ഈ ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ എന്താ, ഈ ഗ്രൗണ്ട് ലെവലിൽ താഴെയുള്ള ഏറ്റവും വലിയ ബ്രെഡ്ത്ത് അത് എത്രയാ, 90 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ അതാണ്ടേ 90 സെന്റിമീറ്റേഴ്സിന് എന്താക്കി എഴുതി, മീറ്റേഴ്സ് ആക്കി എഴുതി. 0.9 meters, ഹൈറ്റ് 1 meters, ലെങ്ത് എന്ന് പറയുമ്പോൾ 19.38 സെന്റർ ലൈൻ ലെങ്ത്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 17.44 meters. അപ്പോൾ നമ്പേഴ്സ് 1 കൊടുക്കാൻ കാര്യം നമുക്ക് എന്താണ്, വേറെ അഡീഷണൽ നമ്പേഴ്സ് ഒന്നുമില്ല. നമ്പർ 1 അവിടെ 1 കൊടുത്തില്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 19.38 into 0.9 into 1 is equal to 17.44. എന്താണ് യൂണിറ്റ്, എന്താണ് മീറ്റർ ക്യൂബ്. മീറ്റർ ക്യൂബ്. സോ അത് ഫോർമുല ഇട്ടേക്കുന്നതുകൊണ്ടാണ് ആ യൂണിറ്റ് അവിടെ വരാത്തത്. സോ ക്യൂമെക്സ് 17.44 മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂമെക്സ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത്, ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ. ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷന്റെ ബ്രെഡ്ത്തും ഡെപ്തും ലെങ്തും എന്ന് പറഞ്ഞേ. ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ. ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ. ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷന്റെ ബ്രെഡ്ത്തും ഡെപ്തും. നോക്കി പറഞ്ഞേ. സോ ബ്രെഡ്ത്ത് 0.9, ഹൈറ്റ് 0.3, ലെങ്ത് 19.38. സോ നോക്കിക്കേ, അപ്പോൾ നമുക്ക് ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ ലെങ്ത് 19.38, ബ്രെഡ്ത്ത് 0.9, ഹൈറ്റ് 0.3, മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് 19.38 into 0.9 into 0.3 is equal to 5.23 മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂമെക്സ്. ആ യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് മാർക്ക് തരില്ല കേട്ടോ. ഓർത്തിരിക്കുക 5.23 മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂമെക്സ്. ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. Third question, first class brickwork in foundation and plinth. Third question, first class brickwork in foundation and plinth. So first question ചെയ്തു. Second question, third question, first class brickwork in foundation and plinth. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര നമ്പർ ഓഫ് ഫോട്ടിങ്സും ഉണ്ടെന്ന് പറഞ്ഞേ. ഫസ്റ്റ് ക്ലാസ് brickwork in foundation and plinth. എത്ര നമ്പർ ഓഫ് ഫോട്ടിങ്സ്? 3 നമ്പർ ഓഫ് ഫോട്ടിങ്സ്. പിന്നെന്താണുള്ളത്, ഒരു പ്ലിന്തും ഉണ്ട്. അപ്പോ പ്ലിന്തിനും തേർഡ് ഫൂട്ടിങ്ങിനും ഒരേ ബ്രെഡ്ത്ത് ആണ്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു ഐറ്റം ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതാണ്ടേ ഇതാണ് ഫസ്റ്റ് ഫൂട്ടിങ്. 70 സെന്റിമീറ്റർ ബ്രെഡ്ത്ത് വരുന്നതാണ് ഫസ്റ്റ് ഫൂട്ടിങ്. 60 സെന്റിമീറ്റർ ബ്രെഡ്ത്ത് വരുന്നതാണ് സെക്കൻഡ് ഫൂട്ടിങ്. അതാണ്ടേ 50 സെന്റിമീറ്റർ, ഇതാണ് തേർഡ് ഫൂട്ടിങ്. ഗ്രൗണ്ട് ലെവലിന് മുകളിലുള്ളതിനെ പ്ലിന്ത് എന്നും പറയും. പക്ഷെ നമുക്ക് ഇതെന്താണ്, രണ്ടിടത്തും ബ്രെഡ്ത്ത് സെയിം ആയതുകൊണ്ട് ഒരൊറ്റ ഐറ്റം ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഫൂട്ടിങ്, സെക്കൻഡ് ഫൂട്ടിങ്, തേർഡ് ഫൂട്ടിങ് ആൻഡ് പ്ലിന്ത്. സോ കാണിച്ചു തരാം. അതാണ്ടേ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷനകത്ത് ഫസ്റ്റ് ഫൂട്ടിങ്, സെക്കൻഡ് ഫൂട്ടിങ്, തേർഡ് ഫൂട്ടിങ് ആൻഡ് പ്ലിന്ത് ലെവൽ. ഇനി എന്താണ് ലെങ്ത് എന്ന് പറയുമ്പോൾ സെന്റർ ലൈൻ ലെങ്ത് തന്നെയാണ് എല്ലായിടത്തും 19.38, 19.38, 19.38. ഈ ബ്രെഡ്ത്തും ഹൈറ്റും എന്താണ് നമ്മുടെ സെക്ഷണൽ വ്യൂയിൽ നോക്കി എഴുതുക. അപ്പൊ ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്ത് 70, ഹൈറ്റ് 20, സെക്കൻഡ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്ത് 60, ഹൈറ്റ് 20, തേർഡ് ഫൂട്ടിങ് ആകുമ്പോൾ എന്താണ് ബ്രെഡ്ത്ത് 50 സെന്റിമീറ്റർ, ഹൈറ്റ് എന്ത് വരും, നമ്മൾ ഇത് ഒരൊറ്റ ഐറ്റം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇത് ഫുൾ ഹൈറ്റ് എടുക്കും. അപ്പൊ 30 + 60 90. അപ്പൊ തേർഡ് ഫൂട്ടിങ് പ്ലസ് പ്ലിങ്ക് നമ്മൾ ഒരു ഐറ്റം ആയിട്ട് കൺസിഡർ ചെയ്തു. റീസൺ ഇത്രയേ ഉള്ളൂ, രണ്ടിടത്തും എന്താണ് ബ്രെഡ്ത്ത് സെയിം ആണ്. അപ്പോൾ ഹൈറ്റ് എടുക്കുമ്പോൾ എന്താണ് ഫുൾ ഹൈറ്റും കൂടെ എടുത്തു 30 + 60. സെപ്പറേറ്റഡ് എടുത്താലും പ്രശ്നമൊന്നുമില്ല, നമുക്കൊരു സ്റ്റെപ്പ് അഡീഷണൽ വരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 30 + 60 എന്ത് വന്നു 90 സെന്റിമീറ്റേഴ്സ്. ഇനി ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ 19.38 into 0.7 into 0.2 2.71 ക്യൂമെക്സ് അല്ലെങ്കിൽ മീറ്റർ ക്യൂബ്. ഇനി സെക്കൻഡ് ഫൂട്ടിങ് 19.38 into 0.6 into 0.2 is equal to 2.33 മീറ്റർ ക്യൂബ്. ഇനി 19.38 into 0.5 into 0.9 അതാണ് തേർഡ് ഫൂട്ടിങ്ങും പ്ലിന്തും. തേർഡ് ഫൂട്ടിങ് ആൻഡ് പ്ലിന്ത്. അപ്പോൾ അത്
8.02 cumex. So ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണോ? ഫസ്റ്റ് ഫൂട്ടിംഗ്, എർത്ത് വർക്ക് എക്സ്കവേഷൻ, ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Okay. Then see, അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. Next question, dam proof course. So next one, dam course. ഈ ഡാം പ്രൂഫ് കോഴ്സിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഏരിയയിലാണോ അതോ വോളിയത്തിലാണോ? ഡാം പ്രൂഫ് കോഴ്സ് ഏരിയ. ഓക്കെ. ഇനി ഈ തന്നിരിക്കുന്ന സെക്ഷണൽ ഫിഗർ നോക്കി ഡാം പ്രൂഫ് കോഴ്സിന്റെ ബ്രെഡ്ത്തും ലെങ്തും എടുക്കുക. നമ്മൾ എന്തെടുക്കില്ല ഡാം പ്രൂഫ് കോഴ്സിന്? തിക്നെസ് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് കൺസിഡർ ചെയ്യില്ല. നിങ്ങൾ ഈ സെക്ഷണൽ ഫിഗർ നോക്കിയിട്ട് ഡാം പ്രൂഫ് കോഴ്സിന്റെ ബ്രെഡ്ത്തും ലെങ്തും എത്ര വരും എന്ന് പറഞ്ഞേ. ഡാം പ്രൂഫ് കോഴ്സിന്റെ ബ്രെഡ്ത്തും ലെങ്തും. കേൾക്കുന്നില്ലേ? ഹലോ. ലെങ്ത് 19.3, ബ്രെഡ്ത്ത് 50 സെന്റിമീറ്റേഴ്സ്. എന്താ ലെങ്ത് നമ്മൾ എടുക്കേണ്ടത്? എന്തായിരിക്കും? സെന്റർ ലൈൻ ലെങ്ത് തന്നെയാണ് എടുക്കുന്നത്. ലെങ്ത് സെന്റർ ലൈൻ ലെങ്ത് തന്നെ. ബ്രെഡ്ത്ത് എന്താണ്? ഈ ക്വസ്റ്റ്യനിൽ ഫിഗറിൽ തന്നിട്ടുണ്ട്. ഡാം പ്രൂഫ് കോഴ്സ് തന്നിരിക്കുന്നത് ദാണ്ടെ ഇത്രയും ലെങ്തിലാണ് ഡാം പ്രൂഫ് കോഴ്സ് തന്നിരിക്കുന്നത്. അപ്പൊ ബ്രെഡ്ത്ത് എന്താണ്? 50 സെന്റിമീറ്റർ. ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെന്റർ ലൈൻ ലെങ്ത് തന്നെയാണ്. 19.38 center line length, breadth 0.5, that is equal to 9.69. ഇനി നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യണം? ഡാം പ്രൂഫ് കോഴ്സ് ഇല്ലാത്ത പോർഷൻസിൽ ഡിഡക്ഷൻസ് ചെയ്യണം. നമ്മൾ എന്താ ഫുൾ ലെങ്ത് ഡാം പ്രൂഫ് കോഴ്സ് ഉണ്ടെന്നും പറഞ്ഞാൽ 19.38 into ഇതിനകത്ത് എവിടെയാണ് ഡാം പ്രൂഫ് കോഴ്സ് ഇല്ലാത്ത പോർഷൻ? നമുക്ക് തന്നിരിക്കുന്ന പ്ലാനിൽ ഏത് പോർഷനിലാണ് ഡാം പ്രൂഫ് കോഴ്സ് ഇല്ലാത്തത്? നോക്കി പറഞ്ഞേ. ഡോറിന്റെ സില്ലില് ഡാം പ്രൂഫ് കോഴ്സ് ഇല്ല. അപ്പൊ ഡോറിന്റെ സില്ലിൽ നമുക്ക് എടുക്കേണ്ട ഡയമെൻഷൻ എന്താണ്? ഡോറിന്റെ ഡയമെൻഷൻ ഇവിടെ തന്നിട്ടുണ്ട്. 1.2 മീറ്റർ ബൈ 2.1 മീറ്റർ ആണ് ഡോറിന്റെ ഡയമെൻഷൻ. അപ്പൊ നമ്മൾ എടുക്കേണ്ട പോർഷൻ ഏതാണ്? ലെങ്തും ബ്രെഡ്ത്തും ഏതാ എടുക്കണ്ടേ? ഡിഡക്ഷൻസിനകത്ത് എടുക്കണ്ടേ ലെങ്തും ബ്രെഡ്ത്തും. വൺ 1.2 എന്ന് പറയുന്നതാണ് ലെങ്ത്, 2.1 എന്ന് പറയുന്നതാണ് ഹൈറ്റ്. അപ്പോൾ ബ്രെഡ്ത്ത് എടുക്കേണ്ടത് എന്താണ്? ബ്രെഡ്ത്ത് 0.4 എടുക്കേണ്ടത്. നമ്മൾ ഇവിടെ എന്താണ്? ബ്രെഡ്ത്ത് 0.5 അല്ലേ എടുത്തത്. അപ്പോൾ ഡിഡക്ട് ചെയ്യാനും എടുക്കേണ്ട ബ്രെഡ്ത്ത് 0.5 ആണ്. 0.4 അല്ല, 0.5 ആണ് എടുക്കേണ്ടത്. മനസ്സിലായോ? വോളിന്റെ ബ്രെഡ്ത്ത് അല്ല, നമ്മൾ ആ ഫൂട്ടിങ്ങിന്റെ ഫുൾ പോർഷനിലായിട്ടാണ് ഡാം പ്രൂഫ് കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ആ ഫൂട്ടിങ്ങിന്റെ അല്ലെങ്കിൽ പ്ലിന്തിന്റെ ബ്രെഡ്ത്ത് ആണ് ഡിഡക്ട് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഡാം പ്രൂഫ് കോഴ്സിന് എടുക്കേണ്ട ബ്രെഡ്ത്ത് വാല്യൂ അതേ വാല്യൂ തന്നെ ആയിരിക്കണം ഇവിടെ ഡോറിന്റെ സില്ലിന്റെ ഡിഡക്ഷനകത്തും എടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഡിഡക്ഷൻ 1.2 into 0.5. അപ്പോൾ ഡാം പ്രൂഫ് കോഴ്സ് 19.38 into 0.5 ചെയ്യുമ്പോൾ 9.69 കിട്ടും. 9.69 മൈനസ് ഡിഡക്ഷൻ ഫോർ ഡോർ സിൽ -0.6 ചെയ്യുമ്പോൾ 9.09 സ്ക്വയർ മീറ്റേഴ്സ് അല്ലെങ്കിൽ മീറ്റേഴ്സ് സ്ക്വയർ മീറ്റേഴ്സ്. യൂണിറ്റ് എല്ലാ ക്വസ്റ്റിനകത്തും എഴുതണം. യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. ഓർത്തോണം കേട്ടോ. ക്ലിയർ ആണോ?
മനസ്സിലായിട്ടുണ്ടോ എല്ലാവർക്കും? ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. First class brickwork in superstructure. First class brickwork in superstructure. Okay. ഇനി ഇതിന്റെ ക്വാണ്ടിറ്റീസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർസ്ട്രക്ചർ. ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എന്ത് വരും എന്ന് പറഞ്ഞേ? ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർസ്ട്രക്ചർ. പ്ലാൻ തന്നിട്ടുണ്ട്, പ്ലാനും സെക്ഷൻ ഞാൻ കാണിച്ചു. ഇനി ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർസ്ട്രക്ചറിന്റെ നമുക്ക് എന്താണ്? ലെങ്ത് വേണം, ബ്രെഡ്ത്ത് വേണം, ഹൈറ്റ് വേണം. പറഞ്ഞേ. ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. ലെങ്ത് എന്ത് തന്നെ എടുക്കണം? ലെങ്ത് 19.38. ബ്രെഡ്ത്ത് ദാണ്ടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 40 സെന്റിമീറ്റർ, ദാറ്റ് മീൻസ് 0.4 മീറ്റർ. ഹൈറ്റ് ദാണ്ടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 3.5 മീറ്റേഴ്സ്. 3.5 മീറ്റേഴ്സ്. അപ്പോൾ ലെങ്ത് എന്താണ്? സെന്റർ ലൈൻ ലെങ്ത് തന്നെ 19.38. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ ദാണ്ടെ 19.38. ബ്രെഡ്ത്ത് 0.4. 19.3, breadth 0.4, height 3.5. That is equal to 21.71 meter cube. 21.71 cubic meters. ഇനി എന്താണ്? നമുക്ക് ആ വോളിൽ ഒരുപാട് എന്താണ് ഡിഡക്ഷൻസ് വരും. എന്തൊക്കെ ഡിഡക്ഷൻസ് ആ വരിക? ഡോറിന്റെ ഓപ്പണിംഗ് ഡിഡക്ട് ചെയ്യണം, വിൻഡോയുടെ ഓപ്പണിംഗ് ഡിഡക്ട് ചെയ്യണം. അതേ കണക്ക് തന്നെ വിൻഡോയ്ക്കും ഡോറിനും ലിൻഡൽ ഉണ്ടാവും. ആ ലിൻഡൽ പോർഷനും ഡിഡക്ട് ചെയ്യണം. അപ്പൊ ഡിഡക്ഷൻസ് എന്ന് പറയുമ്പോൾ വോളിനകത്ത് വരുന്ന ഡിഡക്ഷൻസ് ഡോർ, വിൻഡോ, ഡോർ ലിൻഡൽ, വിൻഡോ ലിൻഡൽ. നമുക്ക് ഇവിടെ വേറെ വെന്റിലേറ്റേഴ്സ് ഒന്നുമില്ല. നോക്കിയേ, ഒരു ഡോർ ഉണ്ട്, അതിനൊക്കെ എത്ര വിൻഡോസ് ഉണ്ട്? 1, 2, 3, 4 and 5. 5 നമ്പർ ഓഫ് വിൻഡോസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു ഡോറും 5 വിൻഡോസും ആണ് ഉള്ളത്. അപ്പൊ ആ ഒരു ഡോറും 5 വിൻഡോസും ഇനി എന്താണ്? ഡോർ ഓപ്പണിങ്ങിന്റെ ഡോറിന്റെ മുകളിൽ എന്തുണ്ടാവും? ലിൻഡൽ ഉണ്ടാവും. അത് കണക്ക് തന്നെ വിൻഡോയുടെ മുകളിൽ ലിൻഡൽസ് ഉണ്ടാവും. അപ്പൊ ആ ലിൻഡൽ നമ്മൾ ഡിഡക്ട് ചെയ്യണം. ഓക്കെ. അപ്പോ ഡോറിന്റെ ഡിഡക്ഷൻസിനകത്ത് എന്തൊക്കെ വാല്യൂസ് എടുക്കണ്ടെന്ന് പറഞ്ഞേ? ഡോറിന്റെ ഡിഡക്ഷൻസിനകത്ത് വരുന്ന ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും പറഞ്ഞേ. ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. ഡോറിന്റെ ഡിഡക്ഷൻ, അത് കണക്ക് വിൻഡോയുടെ ഡിഡക്ഷൻസിനകത്തും വരുന്ന ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും. ഇതാണ് ലെങ്ത്, ഇത് ഹൈറ്റ്. അപ്പൊ ഡോറിന്റെ ലെങ്ത് 1.2, ഹൈറ്റ് 2.1. ബ്രെഡ്ത്ത് എടുക്കേണ്ട എത്ര ആയിരിക്കണം? നമ്മൾ ഏത് ഐറ്റമാ കൺസിഡർ ചെയ്യുന്നത്? വോൾ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ വോളിന്റെ ബ്രെഡ്ത്ത് 0.4 ആണ് വോളിന്റെ ബ്രെഡ്ത്ത്. അപ്പൊ ഡോർ ഓപ്പണിങ്ങിനും വിൻഡോ ഓപ്പണിങ്ങിനും എടുക്കുന്ന ബ്രെഡ്ത്ത് എന്തായിരിക്കും? 0.4 മീറ്റേഴ്സ്. ഈ വിൻഡോയുടെ ലെങ്ത് 1.1, ഹൈറ്റ് 1.5. ഓക്കെ. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഡോർ നമുക്ക് ഒരു ഡോർ ആണ്, അപ്പൊ നമ്പേഴ്സിൽ 1 എന്ന് കൊടുക്കുക. ഒരു ഡോർ ആണ്, അതുകൊണ്ട് നമ്പേഴ്സിൽ 1. ലെങ്ത് 1.2, ഹൈറ്റ് 2.1, ബ്രെഡ്ത്ത് 0.4. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്നേ ഉള്ളൂ. ജസ്റ്റ് 1.2 into 2.1 into 0.4 is equal to 1.01. ഈ വിൻഡോ എടുക്കുമ്പോൾ there are 5 number of windows. അപ്പൊ എന്താണ്? ആ നമ്പേഴ്സിനകത്ത് 1 കൊടുക്കുക. ലെങ്ത് 1.1, ലെങ്ത് 1.1, ഹൈറ്റ് 1.5, ഹൈറ്റ് 1.5, ബ്രെഡ്ത്ത് 0.4. 5 into 1.1 into 1.5 into 0.4 is equal to 3.3 meters. 3.3 meters. അപ്പൊ ഡോറും വിൻഡോയും കിട്ടി. ഇനി ഡോർ ലിൻഡലും വിൻഡോ ലിൻഡലും കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി നിങ്ങൾ ഈ സെക്ഷൻ നോക്കിയിട്ട് വിൻഡോ ലിൻഡലിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും പറയാൻ പറ്റുമോ?
ലിൻഡലിന്റെ തിക്നെസ് അല്ലെങ്കിൽ ഹൈറ്റ് എത്ര വരും എന്ന് പറയാമോ? ലിൻഡലിന്റെ തിക്നെസ് സെക്ഷൻ അത് നോക്കിയിട്ട് കാണുന്നില്ല. ലിൻഡലിന്റെ തിക്നെസ് അതുകൊണ്ട് ഇത് ഡോറാണ്. അതുകൊണ്ട് 2.10 മീറ്റർ ഹൈറ്റ് ഡോർ. ഡോറിന്റെ മുകളിൽ അതുകൊണ്ട് ലിൻറ്റൽ. ലിൻഡലിന്റെ തിക്നെസ് എത്രയാണ്? 10 സെന്റിമീറ്റേഴ്സ് ആണ് ലിൻഡലിന്റെ തിക്നെസ് കൊടുത്തിരിക്കുന്നത്. അതായത് 0.1 മീറ്റേഴ്സ് ആണ് ലിൻഡലിന്റെ തിക്നെസ്. അപ്പോൾ ലിൻഡലിന്റെ തിക്നെസ് കിട്ടി. ഇനി നമുക്ക് ലിൻഡലിന്റെ എന്ത് വേണം? ലെങ്ത് വേണം. ലിൻഡലിന്റെ ലെങ്ത്. ലിൻഡലിന്റെ ബ്രെഡ്ത്ത് എത്ര വരും എന്ന് പറഞ്ഞേ? ലിൻഡലിന്റെ ബ്രെഡ്ത്ത്. ലിൻഡലിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ് നമുക്ക് 10 സെന്റിമീറ്റർ എന്ന് കിട്ടി. ലിൻഡലിന്റെ ബ്രെഡ്ത്ത് 0.4. എങ്ങനെയാ 0.4 വന്നത്? ഏതാണ്ട് ഈ വോളിന്റെ അതേ ബ്രെഡ്ത്തിൽ തന്നെയാണ് ലിൻഡൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വോളിന്റെ അതേ ബ്രെഡ്ത്ത് തന്നെയാണ് ലിൻഡലിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് വേണം? ലിൻഡലിന്റെ ലെങ്ത് വേണം. അപ്പൊ ലിൻഡലിന്റെ ലെങ്തിന് വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ ഇത് ഡോർ ആണ്. ഇപ്പൊ ഞാൻ ആ ഡോർ ഒന്ന് വരയ്ക്കാണ്. 1.2 മീറ്റർ. അതെ, ഇത് 1.2 മീറ്റർ ആണ് ലെങ്ത്. മീറ്റർ. സോ നമ്മൾ ലിൻഡൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്താണ്, ഈ ഡോറിന് രണ്ട് സൈഡിലേക്കും കൂടി കുറച്ച് പോർഷൻസ് പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെയാണ് ലിൻഡൽ വരുന്നത്. രണ്ട് സൈഡിലേക്കും ഒരു എക്സ്ട്രാ ബിയറിംഗ്സും കൂടി ഉണ്ടാവും. ഒരു ചെറിയ പോർഷൻ രണ്ട് സൈഡിലേക്കും കൂടി, ആ ഡോറിന്റെ ഓപ്പണിംഗ് രണ്ട് സൈഡിലേക്കും കൂടി കുറച്ച് പോർഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് എത്രയാണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പൊ അത് അസ്യൂം ചെയ്യാൻ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്, നമുക്ക് ഡോറിന്റെ തിക്നെസ് തന്നിട്ടുണ്ട്. എത്രയാ? 10 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ ഈ രണ്ട് സൈഡിലേക്കും 10 സെന്റിമീറ്റർ ബിയറിംഗ്സ് ഉള്ളതായിട്ട് അസ്യൂം ചെയ്യുക. അപ്പൊ യൂഷ്വലി നമ്മൾ അസംഷൻ എടുക്കുന്നത് ഇങ്ങനെയാണ്: ലിൻഡലിന്റെ തിക്നെസ് എത്രയാണോ അല്ലെങ്കിൽ ലിൻഡലിന്റെ ഹൈറ്റ് എത്രയാണോ ആ ഹൈറ്റ് ആയിരിക്കും രണ്ട് സൈഡിലേക്കുള്ള ബിയറിംഗ്. ഇപ്പൊ 10 സെന്റിമീറ്റർ തിക്നെസ് ആണ് ലിൻഡലിന്റെ തിക്നെസ് എന്ന് പറയുന്നുണ്ട്, ലിൻഡലിന്റെ ഹൈറ്റ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് സൈഡിലേക്കുള്ള ബിയറിംഗ്സ് 10 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ. അപ്പൊ ടോട്ടൽ ലെങ്ത് ഓഫ് ലിൻഡൽ എന്ന് പറയുമ്പോൾ എന്താണ്? 10 സെന്റിമീറ്റർ ആണ് 0.1 മീറ്റേഴ്സ്. 1.2, 1.3 ആൻഡ് 1.4 മീറ്റേഴ്സ് ആയിരിക്കും ലിൻഡലിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. പറഞ്ഞ ക്ലിയർ ആയോ? ആ ഡോറിന്റെ ലെങ്തിന്റെ കൂടെ എന്താണ്, ലിൻഡലിന്റെ തിക്നെസ് 2 ടൈംസ് ആഡ് ചെയ്തു, ബിയറിംഗ്സ്. മനസ്സിലായോ എല്ലാവർക്കും? സോ തന്നെ ഞാൻ റിമാർക്ക് കോളത്തിൽ എഴുതുക 10 സെന്റിമീറ്റർ ബിയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ നമ്മൾ എത്രയാണ് ബിയറിംഗ് അസ്യൂം ചെയ്തതെന്ന് പറയണം. അപ്പൊ അങ്ങനെയാണ് 1.4 വന്നത്. ഇതാണ് ബ്രെഡ്ത്ത് സെയിം ആസ് ദാറ്റ് ഓഫ് വോൾ. അത് കണക്ക് തന്നെ ഇവിടെ 0.1 നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, തിക്നെസ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ലിൻഡൽ. സോ ഡോർ ലിൻഡൽ. ഇനി വിൻഡോ ലിൻഡലും അതേ കണക്ക് തന്നെ. എത്ര നമ്പർ ഓഫ് വിൻഡോസ് ഉണ്ട്? 5 നമ്പർ ഓഫ് വിൻഡോസ് ഉണ്ട്. അതാണ് ഈ നമ്പേഴ്സിൽ 5 കൊടുക്കാൻ കാര്യം. 5. ഇനി ലെങ്ത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? നമുക്ക് വിൻഡോയുടെ ലെങ്ത് തന്നിട്ടുണ്ട് 1.1 മീറ്റർ ആണ് വിൻഡോയുടെ ലെങ്ത് തന്നിരിക്കുന്നത്. വിൻഡോയുടെ ലെങ്ത് 1.1 മീറ്റേഴ്സ്. അപ്പോൾ 1.1ന്റെ കൂടെ എന്താണ്, രണ്ട് സൈഡിലും 10 സെന്റിമീറ്റർ ബിയറിംഗ്സും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 1.1, 1.2 ആൻഡ് 1.3. അങ്ങനെയാണ് നമുക്ക് ഇവിടെ 1.3 എന്ന് കിട്ടിയിരിക്കുന്നത്. ലെങ്ത് ഓഫ് വിൻഡോ ലിൻഡൽ 1.3. ലെങ്ത് ഓഫ് വിൻഡോ ലിൻഡൽ 1.3. ഇനി ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? 0.4 തന്നെയാണ്. എന്താണ്, വോളിന്റെ അതേ ബ്രെഡ്ത്ത് തന്നെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അല്ല, വാളിന്റെ അതേ ബ്രെഡ്ത്തിൽ തന്നെയാണ് ലിൻഡൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഹൈറ്റ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ, ദാറ്റ് ഈസ് 0.1 മീറ്റർ. ഇനി ക്വാണ്ടിറ്റി കിട്ടാനായിട്ട് എന്താണ്? നമ്പേഴ്സ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.26 മീറ്റേഴ്സ്. ഇനി എന്താണ്, ടോട്ടൽ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ 27.13 minus 1.01 minus 3.30 minus 0.06 minus 0.26, that is equal to
21.51 meter cube. 22.51 meter cube. Okay, clear ആണോ? പറഞ്ഞത് clear ആണോ? 22.51 meter cube. Sixth question. RCC work in roof including chuja and lintels. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ RCC വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. റീഇൻഫോഴ്സ്ഡ് സിമന്റ് കോൺക്രീറ്റ് വർക്ക് ഇൻ റൂഫ്. അപ്പോൾ ഇവിടെ RCC വർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞേ. നമ്മൾ നേരത്തെ എടുത്ത സെന്റർ ലൈൻ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? RCC work in roof including chuja. അപ്പോൾ നമുക്ക് ആദ്യം റൂഫ് കണ്ടുപിടിക്കാം. റൂഫ് RCC work in roof. എങ്ങനെ കണ്ടുപിടിക്കും RCC work in roof? സോ ഞാൻ ഈ വരച്ചിരിക്കുന്നത് എന്താണ്? ഒരു ട്രയാങ്കിൾ ആണ്. അപ്പോൾ എന്താണ് ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ആ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ് മൾട്ടിപ്ലൈഡ് ബൈ 6 ചെയ്യുമ്പോൾ റൂഫിന്റെ എന്ത് കിട്ടും? റൂഫിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി കിട്ടും. എങ്ങനെ കണ്ടുപിടിക്കും ഈ ട്രയാങ്കിളിന്റെ ഏരിയ? എങ്ങനെ കണ്ടുപിടിക്കും ട്രയാങ്കിളിന്റെ ഏരിയ? ഈ ലെങ്ത് എത്രയാ? 3 മീറ്റേഴ്സ് അല്ലേ? ബോളിന്റെ ഇന്നർ ഡയമെൻഷൻ 3 മീറ്റേഴ്സ് ആണ്. എന്നിട്ട് കണ്ടേ നമുക്ക് ഈ ഒരു ലെങ്ത് കിട്ടാൻ ഔട്ടർ ഡയമെൻഷൻ ഞാൻ ക്യാപിറ്റൽ എൽ എന്ന് കൊടുക്കാം. ക്യാപിറ്റൽ എൽ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഷെയ്ഡ് ഇപ്പം ചെയ്യുന്നില്ല. അത് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ 45 സെന്റിമീറ്റർ പ്രൊജക്ഷൻ, അത് ചൂജ പ്രൊജക്ഷൻസ് ആണ്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം, സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അവിടെ തിക്നെസ് വ്യത്യാസം വരുന്നുണ്ട്. ആ പ്ലാൻ നോക്കിക്കുക. അത് ഒരുമിച്ച് ചെയ്യാത്ത കാര്യം ചൂജയുടെ തിക്നെസ് 6 സെന്റിമീറ്റേഴ്സ് ആണ്. റൂഫ് സ്ലാബിന്റെ തിക്നെസ് 13 സെന്റിമീറ്റേഴ്സ് ആണ്. അതുകൊണ്ട് അത് രണ്ടായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടേ ചൂജ പ്രൊജക്ഷൻസിന്റെ തിക്നെസ് കണ്ടേ ഇത് 6 സെന്റിമീറ്റേഴ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. RCC സ്ലാബിന്റെ തിക്നെസ് നോക്കിക്കേ. RCC സ്ലാബിന്റെ തിക്നെസ് തന്നിരിക്കുന്നത് 13 സെന്റിമീറ്റേഴ്സ് എന്നാണ്. അപ്പൊ അത് രണ്ട് ഐറ്റംസ് ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ പറഞ്ഞേ? അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാമായിരുന്നു. ഇപ്പൊ അതിന്റെ തിക്നെസ് രണ്ടും രണ്ടായിട്ട് കിടക്കുന്നത് കൊണ്ട് നമുക്ക് രണ്ടായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് RCC സ്ലാബ് കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ സ്ലാബിന്റെ ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ തിക്നെസ് ചെയ്യുമ്പോൾ ദാണ്ട് ഈ ഒരു പോർഷന്റെ വോളിയം കിട്ടും. അതേ മൾട്ടിപ്ലൈഡ് ബൈ എന്താണ് 6 ചെയ്യുമ്പോൾ ടോട്ടൽ വോളിയം കിട്ടും. ഈ ക്യാപിറ്റൽ എൽ, ഈ എൽ കണ്ടുപിടിക്കാൻ എന്താ മാർഗം എന്ന് പറഞ്ഞേ? ഇതാണ്ട് ഇത് 3 മീറ്റേഴ്സ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നേരത്തെ കണക്ക് ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും അല്ലേ? ആ ട്രയാങ്കിളിനകത്ത് ഇതെന്താണ് 60 ഡിഗ്രീസ് ആ വരിക. ആംഗിൾ 60 ഡിഗ്രീസ്. നേരത്തെ പറഞ്ഞു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഫോം ചെയ്യുക. ഇതാണ്ട് ഈ വരച്ച ട്രയാങ്കിളിന്റെ ഹൈറ്റ് എത്ര കിട്ടും? 40 സെന്റിമീറ്റേഴ്സ് ആയിരിക്കും കിട്ടും. ദാറ്റ് മീൻസ് 0.4 മീറ്റേഴ്സ്. എന്താ 0.4 വരാൻ കാര്യം? വോൾ തിക്നെസ് 40 സെന്റിമീറ്റേഴ്സ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. വോൾ തിക്നെസ് 40 സെന്റിമീറ്റേഴ്സ് ആയതുകൊണ്ട് എന്താണ് ഈ ട്രയാങ്കിളിന്റെ ഈ ഹൈറ്റ് 40. നമുക്ക് ഈ വേണ്ടതിന് നമുക്ക് L1 സ്മോൾ L1 എന്ന് കൊടുക്കാം. ഇനി സ്മോൾ L1 എങ്ങനെ കിട്ടും? സ്മോൾ L1 എന്ത് ചെയ്താൽ മതി? tan 60
1 second. So tan 60 is equal to 0.4 divided by L. അവിടുന്ന് L ചെയ്യുമ്പോൾ എന്ത് കിട്ടും? L is equal to 0.4 divided by tan 60. അല്ലെങ്കിൽ L1 is equal to 0.4 divided by tan 60. L1 is equal to L1 ആണ് ഇത് 0.4 divided by tan 60. എത്ര വരും L1ന്റെ വാല്യൂ? L1ന്റെ വാല്യൂ എത്ര വരും? 0.23. അപ്പോൾ ദാണ്ടെ നമുക്ക് ഈ ഒരു പോർഷൻ 0.23 എന്ന് കിട്ടി. ഈ ട്രയാങ്കിളിന്റെ ദാണ്ടെ ഈ പോർഷൻ 0.23. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? സെയിം. ഈ ഒരു പോർഷനും 0.23 ആയിരിക്കും കിട്ടുക. അപ്പൊ ടോട്ടൽ ലെങ്ത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ലെങ്ത് L is equal to 0.23 plus 3 plus 0.23. That is equal to എത്ര വരും? 3.46 meters. 3.46 meters. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് ആ റൂഫിന്റെ ഔട്ടർ ലെങ്ത് കിട്ടി 3.46 meters. 3.46 meters. മനസ്സിലായോ? ക്ലിയർ ആകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. എങ്ങനെ നമുക്ക് ഈ ഔട്ടർ ക്യാപിറ്റൽ L കിട്ടി 3.46 കിട്ടിയതെന്ന്? കിട്ടി. ഇനി എന്താ വേണ്ടേ? നമുക്ക് അതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. So see, അപ്പോൾ നമുക്ക് ഈ ഒരു ലെങ്ത് കിട്ടി 3.46 എന്നുള്ളത്. 3.46 ഔട്ടർ ലെങ്ത്. ഇനി നമുക്ക് ഈ ഒരു ഹൈറ്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹൈറ്റ് നമുക്ക് അറിയില്ല. അപ്പൊ ഈ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ ഹൈറ്റ് h, ആ ഹൈറ്റ് h എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് വേണം. ബേസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 3.46. ഇതാണ് ട്രയാങ്കിളിന്റെ ബേസ് 3.46. 3.46 meters. ട്രയാങ്കിളിന്റെ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞേ? പറ. ട്രയാങ്കിളിന്റെ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? സോ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു. നമുക്ക് എന്തറിയാം? ഈ ആംഗിള് 60 ഡിഗ്രീസ് ആണെന്നും അറിയാം. ഈ ആംഗിള് 60 ഡിഗ്രീസ്. അപ്പോൾ tan 60 എന്ന് എടുത്തേ. tan 60 is equal to opposite side. Opposite side എന്ന് പറയുമ്പോൾ h വരും. ഡിവൈഡഡ് ബൈ ബേസ്. എന്താണ്? ഈ ഒരു ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്തത്. ഈ പോർഷൻ ഓഫ് ട്രയാങ്കിൾ h കണ്ടുപിടിക്കുന്നുണ്ട്. ഈ ഒരു പോർഷൻ ആണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ tan 60 is equal to h. ഇത് എഴുതിയിരിക്കുന്ന h ആട്ടോ. h
divided by 3.46ന്റെ പകുതി 3.46ന്റെ പകുതി എന്ത് വരും 1.73 1.73 അപ്പോൾ h is equal to 1.73 into tan 60 h is equal to 1.73 into tan 60 എത്ര വരും വാല്യൂ ഒന്നും കൂടി പറഞ്ഞേ 1.73 into tan 60 2.27 2.27 അപ്പൊ എന്ത് കിട്ടി നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റും കിട്ടി ബേസും കിട്ടി മതി ഏരിയ ഓഫ് ട്രയാങ്കിൾ കാൽക്കുലേറ്റ് ചെയ്യുക ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ബേസ് വാല്യൂ 3.46 ഹൈറ്റ് 2.7 ഏരിയ ഓഫ് ട്രയാങ്കിൾ കിട്ടാനായിട്ട് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് സോ എത്രയാണ് ഹൈറ്റ് കിട്ടിയെന്ന് പറഞ്ഞ് 2.96 ആണല്ലോ 1.73 into tan 60 1.73 into tan 60 ഒന്ന് ചെയ്തേ 1.73 into tan 60 2.996 എന്നല്ലേ വരിക 1.73 into tan 60 2.996 അപ്പോൾ ഹൈറ്റ് കിട്ടി 2.996 അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു ബേസ് എന്താണ് 3.46 സോ ദാണ്ടെ ഹാഫ് ഇൻറ്റു 3.46 into 2.996 അപ്പോൾ അതാണ് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് എത്ര ട്രയാങ്കിൾ ഉണ്ട് 6 നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട് അതാണ് 6 കൊടുത്തിരിക്കുന്നത് 6 നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉള്ളതുകൊണ്ട് 6 കൊടുത്തു ഇനി എന്താണ് ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ് ഓഫ് ആർ സി സി സ്ലാബ് തിക്നെസ് ഓഫ് ആർ സി സി സ്ലാബ് നേരത്തെ ഇവിടെ കാണിച്ചു തന്നിരുന്നു 13 സെന്റിമീറ്റർ ആണ് തിക്നെസ് ഓഫ് ആർ സി സി സ്ലാബ് 13 സെന്റിമീറ്റർ തിക്നെസ് ആർ സി സി സ്ലാബിന്റെ തിക്നെസ് 13 സെന്റിമീറ്റേഴ്സ് ആണ് അപ്പോൾ തിക്നെസിന്റെ കോളത്തിൽ എന്ത് പറയുക ഹൈറ്റിന്റെ കോളത്തിൽ 13 സെന്റിമീറ്റേഴ്സ് കൊടുത്തു അപ്പോൾ 6 ഇൻറ്റു ആണ്ടേ ഈ വാല്യൂ മൾട്ടിപ്ലൈ 1.2 into 3.46 into 2.96 into 0.13 is equal to 4.043 meters 4.043 meters മനസ്സിലായോ ക്ലിയർ ആണോ പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഓക്കെ ആണോ എല്ലാവരും ഇനി നെക്സ്റ്റ് എങ്കിലും നമ്മൾ ഇതാണ്ടേ ഈ ചൂജ പ്രൊജക്ഷൻ ഇതാണ്ടേ നമുക്ക് ഈ സൺഷെയ്ഡ് പോലെ കൊടുത്തിട്ടുണ്ട് ചൂജ പ്രൊജക്ഷൻ അപ്പോൾ ഈ ചൂജയുടെയും ആർ സി സി സ്ലാബിന്റെയും തിക്നെസ് സെയിം ആയിരുന്നെങ്കിൽ നമുക്ക് ഒരൊറ്റ ഐറ്റം ആയിട്ട് കൺസിഡർ ചെയ്യായിരുന്നു പക്ഷേ ഇവിടെ എന്താണ് ആർ സി സി സ്ലാബിന്റെ തിക്നെസ് 13 ചൂജ പ്രൊജക്ഷന് 6 സെന്റിമീറ്റേഴ്സും ആണ് തിക്നെസ് കൊടുത്തിരുന്നത് അപ്പൊ നമ്മുടെ പ്ലാനിൽ ഡോട്ടഡ് ലൈനിൽ മാർക്ക് ചെയ്യാണ് എന്ത് ചൂജ പ്രൊജക്ഷൻ കണ്ടോ ഈ ഔട്ടർ ഡോട്ടഡ് ലൈൻ കാണിച്ചിരിക്കുന്നതാണ് സൺഷെയ്ഡ് അല്ലെങ്കിൽ ചൂജ പ്രൊജക്ഷൻസ് ആയിട്ട് പറയുന്നത് അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതാണ്ടേ ഇതിന്റെ ഔട്ടർ ലെങ്ത് ഒന്ന് കണ്ടുപിടിക്കുക ചൂജ പ്രൊജക്ഷൻസിന്റെ ഔട്ടർ ലെങ്ത് അതിപ്പോ എങ്ങനെ കണ്ടുപിടിക്കും ചൂജ പ്രൊജക്ഷൻസിന്റെ ഔട്ടർ ലെങ്ത് കണ്ടുപിടിക്കണം ഈ ഒരു ലെങ്ത് സോ ആ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഇതാണ്ടേ നമ്മൾ ഇവിടെ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം അത് കണക്ക് താണ്ടേ ഇവിടെയും അടുത്ത ട്രയാങ്കിൾ വരും ഈ നടുക്കത്തെ ഈ ഒരു ലെങ്ത് എന്ന് വെച്ചാൽ എന്താ നമ്മളിപ്പം കണ്ടുപിടിച്ച 3.46 മീറ്റേഴ്സ് ആണ് 3.46 അതായത്
റൂഫിന്റെ ഔട്ടർ ലെങ്ത്, അതാണ് ഈ ഇടയിൽ വരുന്ന 3.46 എന്ന് പറയുന്നത്. ഈ രണ്ട് സൈഡിൽ നമ്മൾ രണ്ട് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു. ആ ട്രയാങ്കിളിനകത്ത് കണ്ടേ ഇത് നമുക്ക് വേണമെങ്കിൽ ബി എന്ന് കൊടുക്കാം. ആ ബി ലെങ്ത് കണ്ടുപിടിക്കണം. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞതാണ് ചൂജയുടെ എന്താണ് പ്രൊജക്ഷൻ ആണ് 45 സെന്റിമീറ്റേഴ്സ്. അപ്പൊ ഇതെന്ത് വരും 0.45 സെന്റിമീറ്റേഴ്സ് ആണ് ആ പ്രൊജക്ഷൻ. ആംഗിൾ 60 ഡിഗ്രീസ്, ആംഗിൾ 60 ഡിഗ്രീസ്. അപ്പൊ എന്ത് ചെയ്യാ, tan 60 is equal to എന്ത് വരും 0.45 ഡിവൈഡഡ് ബൈ 0.45 ഡിവൈഡഡ് ബൈ ബി. അപ്പൊ ബിയുടെ വാല്യൂ എന്താ വരിക, b is equal to 0.45 divided by tan 60. എത്ര വന്നു, 0.45 divided by tan 60. 0.25 ആണ്. നമുക്ക് 0.26 എന്ന് കൊടുക്കാം. So b value is equal to 0.26. അപ്പോൾ ഈ രണ്ട് സൈഡിലും എക്സ്ട്രാ വരുന്ന ലെങ്ത് 0.26ഉം 0.26ഉം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഔട്ടർ ലെങ്ത് ഓഫ് ചൂജ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം, ഔട്ടർ ലെങ്ത് L is equal to നമുക്ക് എക്സ്ട്രാ വരുന്നത് 0.26 പിന്നെന്താണ് 3.46 പ്ലസ് 3.46 plus 0.26 that is equal to എത്ര വരും, എത്ര വരും 0.26 plus 3.46 plus 0.26. 3.98. 3.98. സോ നോക്കിക്കേ, ഇതിനകത്ത് വരയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്, അതാണ്. അപ്പൊ നമുക്ക് ഈ ഔട്ടർ ലെങ്ത് ചൂജ പ്രൊജക്ഷന്റെ 3.98 കിട്ടി. 3.98. ഇത് 3.98. നമുക്ക് ഇവിടുള്ള റൂഫിന്റെ ലെങ്ത് എന്ന് പറഞ്ഞ് കിട്ടിയത് 3.46. അപ്പൊ 3.98 ഔട്ടർ ലെങ്തും കിട്ടി, 3.46 എന്താണ് റൂഫിന്റെ ഇൻസൈഡ് ലെങ്ത്. ഇതിന്റെ ആവറേജ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് ചൂജ പ്രൊജക്ഷന്റെ സെന്റർ ലൈൻ കിട്ടില്ലേ. അപ്പോൾ നമ്മൾ 3.98 എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ചൂജയുടെ ഔട്ടർ ലെങ്തും 3.46 എന്നുള്ളത് ചൂജയുടെ ഇന്നർ ലെങ്ത്, ദാറ്റ് ഈസ് റൂഫിന്റെ ഔട്ടർ ലെങ്തും ആണ്. അത് രണ്ടിന്റെയും കൂടി ആവറേജ് എടുക്കുക, അപ്പോൾ നമുക്ക് ചൂജയുടെ സെന്റർ ലൈൻ ലെങ്ത് കിട്ടും. അതാണ് 3.46 പ്ലസ് 3.98 ഡിവൈഡഡ് ബൈ 2, 3.72 എന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ എന്താണ്, ചൂജയുടെ സെന്റർ ലൈൻ ലെങ്ത് ആണ്. 3.46 എന്ന് വെച്ചാൽ നമ്മുടെ റൂഫിന്റെ ഇന്നർ ഡയമെൻഷൻ, അല്ലെങ്കിൽ ചൂജയുടെ റൂഫിന്റെ ഔട്ടർ ലെങ്ത് അല്ലെങ്കിൽ ചൂജയുടെ ഇന്നർ ലെങ്ത്. 3.98 എന്ന് പറഞ്ഞാൽ ചൂജയുടെ ഔട്ടർ ലെങ്ത്. രണ്ടിന്റെയും കൂടി ആവറേജ് എടുത്തപ്പോൾ 3.72 എന്ന് കിട്ടി. ആൻഡ് 3.72 ആണ് ചൂജയുടെ സെന്റർ ലൈൻ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ 3.72 എന്താണ്, 6 എന്ന് വെച്ചാൽ 6 നമ്പേഴ്സ്, നമ്മൾ ഒരു ലൈനിന്റെ ലെങ്ത് മാത്രമേ 3.72 എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്തോളൂ. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്, 6 സൈഡ്സ് ഉണ്ട്, അതുകൊണ്ട് 6 നമ്പേഴ്സ്. ഈ 0.45 എന്ന് പറയുന്ന അതിന്റെ ബ്രെഡ്ത്ത്, പ്രൊജക്ഷൻ, പുറത്തേക്കുള്ള പ്രൊജക്ഷൻ,
thickness of 2-jar projection അല്ലെങ്കിൽ height എത്രയായിരുന്നു 6 centimeters ആണ്, അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ഈ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ 6 into 3.72 into 0.45 into 0.06 that is equal to 0.603. ഈ ഡോർ ലിൻഡലും വിൻഡോ ലിൻഡലും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച അതേ വാല്യൂസ് അവിടെ ഡിഡക്ഷൻ ചെയ്യാൻ എടുത്തുന്നേ ഉള്ളൂ, പക്ഷെ അത് റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ അത് ആഡ് ചെയ്തെടുക്കുകയാണ്. നേരത്തെ ചെയ്ത അതേ വാല്യൂസ് തന്നെയാണ് ഡോർ ലിൻഡലും വിൻഡോ ലിൻഡലിനകത്തും വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചേ. ഏതെങ്കിലും പോർഷൻസ് ക്ലിയർ ആകാതെ വന്നിട്ടുണ്ടോ, ഏതെങ്കിലും വാല്യൂസ് കിട്ടിയത് മനസ്സിലായില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ.